Watch India's largest kids library only on Jio Hotstar. Download the app now. ഡോക്ടർ ജക്ക ഈ ശില്പങ്ങൾ കാണാൻ ശരിക്കും അടിപൊളിയായിരിക്കും. ശരി വരൂ, പുറകിൽ പോയി നോക്കാം. ചേടാ എന്റെ ചങ്കേന്റെ ബ്രോ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പൊളിച്ചല്ല മോട്ടോ, നീ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നത്? അതെ, ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അനുവദിക്കൂ. മോട്ടു, ഞാൻ കുറച്ച് സമയത്തേക്ക് റൂമിനകത്തൊന്ന് പോയി ഇരുന്നോട്ടെ പ്ലീസ്. വേണ്ട വേണ്ട പത്തലു, വേണ്ട. ഞാൻ ഉണ്ടാക്കുന്ന ഈ ശില്പം തയ്യാറാകുന്നത് വരെ നീ അവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. എനിക്ക് ഫുർഫുറി നഗരത്തിലെ ബെസ്റ്റ് ശില്പിക്കുള്ള അവാർഡ് വാങ്ങിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ഈ ശില്പം കണ്ടാലേ വരുന്ന ജഡ്ജിമാരെ വായടച്ച് നിന്ന് പോണം, അറിയോ? അതേ പത്തലു, നീ പോവരുത്. ശരിയാണ്. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കി. പത്തലു, അവിടുന്ന് ഇളകരുത് കേട്ടോ, ഇളകരുത് പ്ലീസ്. ഡോക്ടർ ജഡ്ക, മോട്ടു ഈ പ്രതിമയുണ്ടാക്കുന്ന മത്സരത്തിൽ ചേരണമെന്ന് പറഞ്ഞ് എന്നെ ഈ പരുവമാക്കിയിരിക്കുകയാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്കൊരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട് കേട്ടോളൂ. എങ്ങനെയുണ്ട്? എന്നാ ശരി. അതെ മോട്ടു, ഈ പത്രൂണ് എത്ര നേരം നിർത്തിയിട്ടാണ് നീ ശില്പം ഉണ്ടാക്കാൻ പോകുന്നത്? പത്രൂണ് ചെലപ്പോ വേർപ്പും ചെലപ്പോ കൊതുകടിക്കും. അപ്പൊ അവന്റെ പോസ് മാറുമല്ലോ. അപ്പൊ നിനക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞ? ഗസിറ്ററാമേ, നീ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ കണ്ണടച്ച് പത്രൂന്റെ ഇമേജ് വിചാരിച്ച് എന്നിട്ട് ശില്പം ഉണ്ടാക്കിക്കോളൂ. ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് നിനക്ക്. നീ ഏറ്റവും ബെസ്റ്റ് ശില്പം ഉണ്ടാക്കുന്ന. മോട്ടു, നിനക്കിപ്പോ പത്ലൂന്റെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടോ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അത് മതി, അത് മതി. ഇനി നീ പത്ലൂന്റെ രൂപം മനസ്സിൽ വെച്ചിട്ട് ശില്പം ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ. വേഗം ഉണ്ടാക്കി തുടങ്ങിക്കോളൂ. എനിക്ക് തോന്നുന്നു എന്റെ ശില്പം തീർന്നെന്നാണ് കേട്ടോ. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിന്റെ കണ്ണ് തുറന്നു നോക്ക്. നീ എത്ര അടിപൊളിയായിട്ടുള്ള ശിലയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഈ ശിലയ്ക്ക് വേണ്ടി നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. അതെ. വലിയേട്ടാ, സത്യത്തിൽ ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് ഈ ശില്പം ഉണ്ടാക്കിയത്. എന്ത് മനോഹരമായ ശില്പം. വരൂ, ഫുർഫുറി നഗരത്തിലെ എല്ലാവരെയും ഈ ശില്പം കൊണ്ടുപോയി കാണിക്കണം. ഈ മോട്ട് കണ്ടില്ലേ, എത്ര മനോഹരമായ ശില്പമാണ് ഉണ്ടാക്കിയതെന്ന്. വേഗം വരൂ. ഗസീറ്റാറാമേ, ഞാൻ നിങ്ങളെ വിടാൻ പോകുന്നില്ല. മോട്ട് ഒരു ശില്പം കണ്ടില്ലേ? നോക്കൂ, ഞാൻ എത്ര ഭംഗിയുള്ള ശില്പമാണ് ഉണ്ടാക്കിയതെന്ന്. വരൂ വരൂ മാന്യമഹാജനങ്ങളെ, നിങ്ങൾ എല്ലാവരും എന്റെ കൂട്ടുകാരന്റെ ശില്പം നോക്കൂ. ഞാൻ സ്വയം എന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ശില്പം. വാ 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 മോട്ടു, നിങ്ങൾ ശരിക്കും ആ പ്രതിമയ്ക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടല്ലോ. താങ്ക് യു. ആ മോട്ടോജി, നിങ്ങൾ ഇത്ര നല്ല ജീവനുള്ള പോലത്തെ പ്രതിമ ഉണ്ടാക്കിയിട്ടില്ലേ? അതിനായിട്ട് വല്ല പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ? അല്ലല്ല, നല്ലൊരു ശില്പിയാണെന്ന് പേര് വാങ്ങുവാനാണ് ഞാൻ ഈ ശില്പം ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയ ഈ ശില്പം എന്റെ കൂട്ടുകാരന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ മോട്ടു എന്നെ ശരിക്കും പ്രതിമയാക്കി എവിടെയെങ്കിലും വെക്കുമെന്നാ തോന്നുന്നത്. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ രാവിലെ തൊട്ട് ശിലയുണ്ടാക്കുന്നതിൽ ബിസിയാണ്. അതുകൊണ്ട് നീ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്താൽ എന്താ? അതിനുശേഷം വൈകിട്ട് കോമ്പറ്റീഷനിക്ക് ഫ്രഷ് ആയിട്ട് എണീറ്റ് പോകാമല്ലോ. എന്താ ഞാൻ പറയുന്നത്? വലിയേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഗസിറ്ററാമേ, നിങ്ങൾ പത്ലൂനെ എവിടെയെങ്കിലും കണ്ടോ? പൊളിച്ചെടുത്തല്ലോ മോട്ടോ, നിന്നോട് ഞാൻ ആ കാര്യം പറയാൻ മറന്നോട്ടാ. പത്ലു എന്തൊരു അർജന്റ് ജോലിക്കായിട്ട് കമൽപൂരിലേക്ക് പോയിരിക്കാണ്. വൈകുന്നേരം തിരിച്ചു വരും. നീ വീട്ടിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഈ ശില്പം ഞങ്ങള് സുരക്ഷിതമായി നോക്കിക്കോളാന്നേ.
എന്താടാ ഇത്? ശില എങ്ങനെ ഇറങ്ങി ഓടാൻ തുടങ്ങിയത്? ഓഹോ, ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. മോട്ടു ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വിചാരിക്കുകയാണോ? അതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറ്റിച്ച് അവനെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഇപ്പൊ ഞാൻ മോട്ടുവിനെ കുറിച്ചുള്ള സത്യത്തിനെ എല്ലാവരുടെ അടുത്തും പറയാൻ പോവുകയാണ്. മോട്ടുവിനെ തല്ലി മേടിപ്പിച്ച് അവനെയും ഞാൻ ഇങ്ങനെ ശില പോലെ നിർത്തിക്കും. എന്റെ അമ്മോ പത്രു, നീ എന്തായി തിരക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു തരാൻ ചിങ്കം സാറേ, പറഞ്ഞു തരാം. സീതാറാമേ, ഷടാ പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, സംഭവിച്ചതൊക്കെ സാഹചര്യം കൊണ്ടാണ്. ഒരു പക്ഷെ നീ ഓടുമ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട മോട്ടുവിന്റെ മനസ്സ് കഷ്ടപ്പെടില്ലേ? ശരി, നീ കുറച്ചു നേരം ഇവിടെ തന്നെ നിക്ക്. അപ്പോഴേക്കും ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ശില ചെയ്ത് കൊണ്ടുവരാം. അതെ. ശരി ഡോക്ടർ ജഡ്ക, എന്നാ പിന്നെ അത് വേഗം ആകട്ടെ. നമ്പർ 1, നമ്പർ 2, ഈ ശിലയിലെ വേഗം ചാക്കിലിട്. നമ്മൾ അടുത്ത സ്ട്രീറ്റിൽ പോയി ഇതിനെ നിർത്തിക്കാം. വേഗം ചെയ്യടാ. വരൂ വരൂ, വേഗം വന്ന് നോക്കൂ. ഈ ശിലയ്ക്ക് എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ഇത് സാധാരണമായ ശില്പമല്ല, നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്ന ശില്പം. നിങ്ങൾ 1000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ കോല് കൊണ്ട് തല്ലാം. ഒരു പക്ഷേ ഇത് ശബ്ദമുണ്ടാക്കിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഒരു പക്ഷെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നാൽ നിങ്ങളുടെ ആഗ്രഹം 3 മടങ്ങ് സഫലമാകും. 3 മടങ്ങ്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എവിടെ പോയിരിക്കാണ്? ഞാനെങ്ങാനും അനങ്ങിയാൽ മോട്ടുവിന്റെ കാര്യം പോക്കാ. സത്യമാണ് പറയണ ജോൺ, ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമോ? ട്രൈ ചെയ്ത് നോക്കൂ. എന്തെന്ന് വെച്ചാൽ ജോൺ ദ ഡോൺ എപ്പോഴും കള്ളം പറയില്ല. 1000 രൂപ കൊടുത്ത് കോല് കൊണ്ട് തല്ലാം. ഒച്ച വെച്ചു, പ്രതിഭ കരഞ്ഞു. എന്റെ ശില്പം എങ്ങനെയോ കളവ് പോയിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് ബെസ്റ്റ് ശില്പി എന്ന അവാർഡ് വാങ്ങിക്കുക? പറയൂ. ഷടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ കരയല്ലേ, എല്ലാം ശരിയാകും. അത് ശിലയല്ല, നമ്മളുടെ പത്ലുവാണ് ശിലേനെ പോലെ നിന്നുകൊണ്ടിരുന്നത്. നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പത്ലു നിനക്ക് വേണ്ടി ശിലേനെ പോലെ നിന്നത്. അവനത് മനഃപൂർവ്വം സമ്മതിച്ചതാണ്. പത്ലു, എന്റെ കൂട്ടുകാരോ, നീ എവിടെ കുടുങ്ങി കിടക്കാണ്? മോട്ടു, പത്ലുവിനെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞു. ജോൺ അവനെ നിർത്തിക്കൊണ്ട് ടിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കിയിരിക്കുകയാണ്. ഓഹോ, ഇഷ്ടം പോലെ തല്ലു. ജോൺ, നീ എന്റെ ശില്പം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? അതും എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ. ആരോട് ചോദിച്ചാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ അപകടമുണ്ട്. പത്ലു, എന്റെ കൂട്ടുകാരൻ, എന്നോട് ക്ഷമിക്കൂ. നീ വലിയേട്ടൻ എന്നോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ഇനി കണ്ടോളൂ ഈ ജോൺ ദ ഡോണിന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ എങ്ങനെയാണ് തവിടുപൊടിയാക്കുന്നതെന്ന്. കൂട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, മാന്യമഹാജനങ്ങളെ, നിങ്ങൾ അറിയണം, ഈ ശില്പമുണ്ടാക്കിയ ശില്പി ഈ ഞാനാണ്. അതായത് ഈ മോട്ടു. ഞാൻ എന്റെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്നാണ് ഈ ശില്പം ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കറിയോ, എന്റെ ഈ ശില്പം ചിരിക്കുന്ന ഒരു ശില്പമാണ്. ഈ പ്രതിമ ചിരിക്കുകയും ചെയ്യൂ? അതെങ്ങനെ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ജോണിനെ ഇടിച്ചാലുണ്ടല്ലോ, അപ്പോഴേ ശില്പം ചിരിക്കുന്നേ. അങ്ങനെ ചിരിച്ചാൽ നിങ്ങൾക്ക് 10 ഇരട്ടി പൈസയും കിട്ടും. നിങ്ങളുടെ 1 കോടി 10 കോടിയായി മാറുന്നേ. ഒരു ടിക്കറ്റിന് 1000 രൂപ. വേഗം വന്ന് വാങ്ങിച്ചോളൂ. ഒറ്റ ടിക്കറ്റിന് 1000 രൂപയാണ്. ടിക്കറ്റ് പെട്ടെന്ന് തീരുണ്ടാ. 1000 രൂപ, 1000 രൂപ. വേണ്ട. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു സാമൂഹ്യ സേവകനാണ്. ടിക്കറ്റിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ മടിക്കാതെ മുന്നോട്ട് വന്ന് ജോണിനെ തല്ലണം. തല്ലെന്ന് വെച്ചാൽ പൂരത്തല്ല. വേണ്ട, വിചാരിക്കുമ്പോൾ തന്നെ പേടിയാക്കുന്നല്ലോ. വേണ്ട വേണ്ട, ഇത് കണ്ട് ശില്പം ചിരിച്ചാൽ 1 കോടി 10 കോടിയായി മാറുന്നതാണ്. മുഴുവനായിട്ട് 10 കോടി. ചിങ്കം സാറേ, വേഗത്തിൽ ചുവരും അടുത്തുയർത്തു. സന്തോഷത്തോടെ ജോണിനെ തല്ലു. അയ്യോ വേണ്ട, എന്നെ തല്ലല്ലേ, എന്നെ വിട്ടേക്ക്. ഇനി ഞാൻ പ്ലീസ് വേണ്ട, പ്ലീസ് എന്നെ വിട്ടേക്ക്.
എനിക്ക് 10 കോടിയായി. എനിക്ക് 10 കോടി കിട്ടും. അതെ, പ്രതിമ ചിരിച്ചു. ശില്പം ചിരിച്ചു. നിങ്ങളുടെയൊക്കെ പണം 10 മടങ്ങായി അധികരിക്കും. പ്ലീസ് ആരെങ്കിലും എന്നെ രക്ഷിക്ക. വേണ്ട വേണ്ട, നിർത്ത്. ആരെങ്കിലും നിർത്തൂ പ്ലീസ്. എന്നെ വിട്ടേക്കോ പ്ലീസ്. അതെ, എന്നെ വിട്ടേക്കോ. അടിക്കവനെ വിടരുത്, ഒരിക്കലും വിടരുത്. അല്ല, ഈ മുഹൂർത്തം സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ ചേട്ടന്മാരെ, ഞാൻ പ്രതിമയൊന്നും അല്ലാന്നേ. ഞാനൊരു ജീവനുള്ള മനുഷ്യനാണ്. ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടി പ്രതിമയുണ്ടാക്കാൻ നിന്ന് കൊടുത്തതാണ്. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്. ജോൺ എന്നെ വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ പറ്റിക്കാനുള്ള പണി നോക്കിയതാണ്. മനസ്സിലായോ? എടോ ജോണെ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇനി എന്റെ ഒരു മാസ്റ്റർ പീസ് കൂടെ കാണണ്ടടോ എനിക്ക്. അയ്യോ, എന്നെ വിട്ടേക്ക്. കൂട്ടുകാരെ, ഇതാണ് മോട്ടു എന്ന ശില്പിയുടെ പുതിയ ഒരു ക്രിയേഷൻ. Watch India's largest kids library only on Geo Hotstar. Download the app now.